എന്താണ് പരിപാടി? നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ചെയ്യാം. ഒരു സൗണ്ട് ബാർ. ഏതാണ്? 500 വാട്ട്സിന്റെ ഒരു സൗണ്ട് ബാർ ബോട്ടിന്റെ. ഒന്ന് കാണിക്കാവോ? ഇതാണ് സൗണ്ട് ബാർ. ഇതാണ് വേറെ ഫിനിഷിംഗ് ആയിരുന്നു. സൂപ്പർ. അപ്പൊ ഇതിനെപ്പറ്റി ഒന്ന് പറയണം. ഇതാണ് ഇതിന്റെ 2 സ്പീക്കർ വരുന്നത്. വയർഡാ വരുന്നല്ലേ? പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് പറയാന്ന് പറഞ്ഞാൽ, കൂടാതെ ഇത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആവുന്നുണ്ട്. ഡോൾബി അറ്റ്മോസോ? പിന്നെ ഇതിന്റെ ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.13 ആ വരുന്നത്. 5.13 അല്ലേ? പിന്നെ ഇതിന്റെ സ്പീക്കറിന്റെ സൈസ് വരുന്നത് 6.5 ഇഞ്ച് വരും. അടുത്തടുത്ത് കാണിക്കാം. 6.5 സൈസ് വരും സ്പീക്കർ. അടിപൊളി. പിന്നെ ബോട്ടിന് അറിയാലോ, ബോട്ടിന് ബേസ് ആണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത്. ഇതിനാകുമ്പോൾ ബേസും വരുന്നുണ്ട്, അതുപോലെ സൗണ്ട് ക്വാളിറ്റിയും വ്യത്യാസം, നല്ല ക്വാളിറ്റി വരും. ക്വാളിറ്റി വരുന്നുണ്ടല്ലേ? ഇത് നമുക്ക് EQ മോഡ് തന്നെ കുറേ മോഡ് വരുന്നുണ്ട്. മ്യൂസിക് മോഡ് വരുന്നുണ്ട്, സിനിമാറ്റിക് മോഡ് വരുന്നുണ്ട്, പിന്നെ അല്ലാതെ ഇതിന് തന്നെ ബാസ് മോഡ് വരുന്നുണ്ട്. പല മോഡ് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്പീക്കർ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് TV കാണാൻ നേരത്തെ ഓരോ സൈഡിലായിട്ട് മാറ്റി വെക്കാം. അത്യാവശ്യം നല്ല നീളമുണ്ട്, വയർഡാണ് പറഞ്ഞാൽ പോലും അത്യാവശ്യം നല്ല നീളമുണ്ട്. പിന്നെ ഇതിന്റെ ഫിനിഷിംഗ് ആണ് പ്രീമിയം കെയർ ഫിനിഷിംഗ് ആയിരുന്നു. വയർഡായിട്ട് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അടിപൊളിയല്ലേ സംഭവം? ബോട്ടിന്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിന്റെ കണക്ടിവിറ്റി ഒക്കെ? കണക്ടിവിറ്റി എന്ന് ഇത് വരുന്നത് വയർഡാണ് വരുന്നത്. സ്പീക്കറും എല്ലാം വയർഡാണ് വരുന്നത്. ബ്ലൂടൂത്തിലാണ് കണക്ടിവിറ്റി വരുന്നത് അല്ലേ? ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.13 ആ വരുന്നത് വേർഷൻ വരുന്നത്. പിന്നെ 3D സറൗണ്ട് എഫക്റ്റ് നമുക്കിത് കിട്ടുന്നതാണ്. പിന്നെ 5.1 ചാനലാണ് വരുന്നത്. ആണെങ്കിൽ വയർഡ് ആണ് വരുന്നത്. ബാറിൽ നിന്ന് നേരെ കണക്റ്റഡ് ആണ് 2 സ്പീക്കറും വരുന്നത്. പിന്നെ വരുന്നത് ഇതിന്റെ ഔട്ട്പുട്ട് കാര്യങ്ങൾ വരുവാണെങ്കിൽ ഇതാണ് വരുന്നത്. USB സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ കൂടാതെ ഇത് HDMI ARC ERC സപ്പോർട്ട് ആവുന്നുണ്ട്. അറ്റ്മോസ് വരുന്നതുകൊണ്ട് തന്നെ ARC ERC സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ഓഫ് കേബിൾ അഡീഷണൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. പോരാത്തതിന് ഒപ്റ്റിക്കൽ കേബിൾ സപ്പോർട്ട് ആവുന്നുണ്ട്. ഒപ്റ്റിക്കൽ കേബിളും സപ്പോർട്ട് ആവും. പിന്നെ പോരാത്തതിന് നമുക്ക് ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് ഡോൾബി അറ്റ്മോസ്. അതെ, അതുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. അത്യാവശ്യം ഒരു QLED സെഗ്മെന്റ് സപ്പോർട്ട് ആവുന്നതാണ് ഇത്. ആണോ? അറ്റ്മോസ് ആവുന്നതുകൊണ്ട് തന്നെ. അപ്പം ഗോപി, എന്നാൽ പിന്നെ ഇനി വേറെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇതാണ് മെയിനായിട്ട് വരുന്നത്. ഇനി വിലയിലോട്ട് അങ്ങ് കടന്നാലോ? അതെ, വില പറയാം. വില നമുക്ക് കൊടുക്കാം 17 രൂപയ്ക്ക്. 17 രൂപയ്ക്ക് ഡോൾബി അറ്റ്മോസ് 17 രൂപയ്ക്ക്. പിന്നെ ചിലപ്പോൾ നമ്മുടെ കൂടുതലാണ് വേറെ പറഞ്ഞെങ്കിൽ നമ്മൾ ആ ഓൺലൈൻ പ്രൈസ് തന്നെ കൊടുത്തിരിക്കും. ഓൺലൈൻ പ്രൈസ് തന്നെ കൊടുത്തിരിക്കും. 17 പറഞ്ഞതിൽ കൂടുതലാന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രൈസ് തന്നെ കൊടുത്തേക്കാം. ഷോപ്പിൽ ഞങ്ങളെ കണക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. പിന്നെ നമ്മുടെ ബ്രാഞ്ച് ഇപ്പോൾ പറഞ്ഞേക്കാം, നന്ദല ജിമാർട്ട് ഏറ്റുമാനൂർ. അതെ, എല്ലാ ലൊക്കേഷനും അതുപോലെ തന്നെ പ്രൈസ് ഒന്നുകൂടെ പറഞ്ഞേക്കാം. പ്രൈസ് 17 രൂപയ്ക്ക് കൊടുക്കാം. 17 രൂപയ്ക്ക് കൊടുക്കാം. ഷോപ്പിൽ വന്ന ഈ അഡീഷണൽ ഡിസ്കൗണ്ട് വേറെ ഉണ്ടല്ലേ? ഗോപി, ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.